പ്രശസ്ത കവയിത്രി സ്വഗതകുമാരിയാണ് ഇതിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ജനങ്ങൾ വൈകുന്നേരം ചെലവഴിക്കാൻ വരുന്ന ഒരു സങ്കേതമായിട്ട് 12 ശില്പികളാണ് ഇതിലൂടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അവരുടെ ശില്പ നിർമ്മിതിയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. കോഴിക്കോട് ജനങ്ങൾ മുഴുവനും ഒന്ന് കാണാനും സെക്രട്ടറി ശ്രീ മോഹനെയും അതുപോലെ ലളിതകലാ അക്കാദമിയുടെ രൂപരേഖ ഇതുവരെയും നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഇന്ന് ശില്പികളുടെ സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഈ ശില്പങ്ങൾ സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശില്പത്തെ ശരിയായ അതിന് പ്രത്യേക ഒരു ഫണ്ട് നമുക്ക് കണ്ടെത്താൻ ബജറ്ററി പ്രൊവിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പോൺസർമാർ വഴിയാണ് നമ്മളതിനെ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലയുടെ പല ഉദാരമതികളായിട്ടുള്ള പല വ്യവസായികളും അതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് പാർലമെന്റ് നടക്കുന്നതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനും ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുമെല്ലാം മുൻകൈയെടുത്ത ലളിതകലാ അക്കാദമിയെയും അതേപോലെ നമ്മുടെ അക്കാദമിയുടെ ചെയർമാനെയും ജില്ലാ കലക്ടറെയും കോഴിക്കോട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റൊന്നും പറയാനില്ല. ഒരു അക്കാദമിയുടെ സാന്നിധ്യം കോഴിക്കോട്ടുകാർ അനുഭവിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പ്രിയപ്പെട്ട ചെയർമാൻ പറഞ്ഞില്ല, പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് എനിക്ക് പറയാവുന്ന എൻ്റെ നാടാണിതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാട്ടുകാരൻ ഒരാൾ അക്കാദമിയുടെ ചെയർമാനായി വന്നതിൻ്റെ ഗുണം തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അക്കാദമി ആദ്യമായിട്ടാണ് കോഴിക്കോടിനെ പരിഗണിക്കുന്നത്. ഇതിനു മുമ്പ് ലളിതകലാ അക്കാദമിയുടെ പേരിൽ ആട്ടുംകൂട് പോലുള്ളൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു നമ്മുടെ ടൗൺ ഹാളിൻ്റെ പിന്നിൽ. അവിടെ പക്ഷേ നല്ല ചിത്രശില്പ പ്രദർശനങ്ങൾ നടന്നു. കേരളത്തിൽ എനിക്കുറപ്പാണ്, ഇന്ത്യയിൽ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും പോയ ആളുകൾക്കൊക്കെ അറിയാതിരിക്കാം, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇടതടവില്ലാതെ ചിത്രശില്പ പ്രദർശനം നടക്കുന്ന, അതിന് ആസ്വാദകർ അണമുറിയാതെ ഒഴുകിയെത്തുന്ന ഒരു അന്തരീക്ഷം ഈ കോഴിക്കോടല്ലാതെ വേറെ എവിടെയുള്ളത്? അല്ലെങ്കിൽ വേറെ എവിടെയില്ലെന്നല്ല, കോഴിക്കോട് ഉള്ളതുപോലെ വേറെ എവിടെയുള്ളത്? നമ്മുടെ ആട്ടുംകൂട് പോലുള്ള ആർട്ട് ഗാലറിയിൽ എപ്പോഴും ചിത്രശില്പ പ്രദർശനങ്ങൾ മാറി മാറി നടക്കുമായിരുന്നു. അത് കാണാൻ ആളുകൾ ഒഴുകിയെത്തുമായിരുന്നു. അങ്ങനെയുള്ള കോഴിക്കോടിന് ഒരു നല്ല ആർട്ട് ഗാലറി തരാൻ അക്കാദമിക്ക് കഴിഞ്ഞിരുന്നില്ല. പല പ്രഗത്ഭരും ചെയർമാന്മാരായിരുന്നു. അക്കാദമി നമുക്കൊന്നും തന്നിട്ടില്ല. എല്ലാ ആഴ്ചയിലും വിവിധ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഇങ്ങനെ കാർഡ് സൈസിലാക്കിയിട്ട് അയച്ചിരുന്നു. ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട്. അത് എത്രയോ കാലമായിട്ട് നേരത്തെയും ചെയ്യുന്നതാണ്. നമുക്ക് പുതിയതൊന്നും തന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ചെയർമാൻ വന്നതിന് ശേഷം ചെയർമാനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ആർട്ട് ഗാലറി. ആ ആർട്ട് ഗാലറി പ്രവർത്തന സജ്ജമാക്കുന്നതിന് കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്ത് അതിനിപ്പോൾ പരിഹാരം ഉണ്ടാക്കിയിരിക്കുക. ആർട്ടിസ്റ്റുകളുടെ ആശങ്കക്ക് പരിഹാരം ഉണ്ടാക്കാൻ അതിനകത്ത് ചില ക്രമീകരണങ്ങൾ വരുത്താനും എന്നിട്ട് അതിനെ നടത്തിപ്പും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ആർട്ട് ഗാലറി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ അക്കാദമിക്കാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ കോഴിക്കോട്ടുകാരെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ കോർപ്പറേഷൻ ഉണ്ടാക്കി തന്നത്, കോഴിക്കോട്ടെ കലാകാരന്മാർക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതിന് അതിനെ പരിപാലിക്കാൻ, അത് നന്നായി നടത്താൻ അതിൻ്റെ നേതൃത്വം ഇന്നത്തെ അക്കാദമി ഏറ്റെടുക്കുകയാണ്. ചെയർമാൻ്റെ മുൻകൈയിൽ ഏറ്റെടുക്കുകയാണ്. നമ്മളെല്ലാവരും അതുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും. അത് നമ്മൾ എറിഞ്ഞപ്പാലം എന്ന് പറയില്ലേ, സിവിൽ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ഇത് മുന്നോട്ട് വരാം. നമ്മുടെ വീഡിയോ
ഇത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജോയിന്റ്